പെരിങ്ങണ്ടൂരിന്റെ സ്വന്തം വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ കേരളത്തിനകത്തും വിദേശ രാജ്യങ്ങളിലും ആവശ്യക്കാരേറെ. കേരം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കേരളത്തിലെ തൃശൂർ ജില്ലയിൽ പെരിങ്ങണ്ടൂരിലാണ് ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണയുടെ ഉൽപ്പാദനം നടക്കുന്നത്. ₹1.5 കോടി ചെലവിൽ 2.5 വർഷം മുൻപാണ് ഗ്രീൻ മൈത്രി എന്ന സംരംഭം ആരംഭിച്ചത് എന്ന് പെരിങ്ങണ്ടൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് PS സുരേഷ് കുമാർ പറഞ്ഞു. ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്തതാണ് ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണയെ ജനം 2 കൈയും നീട്ടി സ്വീകരിച്ചത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പെരിങ്ങണ്ടൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ വളരെ ജനോപകാരപ്രദമായിട്ടൊരു പ്രോജക്റ്റാണ് കോക്കനട്ട് കോംപ്ലക്സ്. പ്രദേശത്തുള്ള മുഴുവൻ കേര കർഷകരെയും സംഘടിപ്പിച്ചുകൊണ്ട് കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ കീഴിൽ ഇവിടെ ഗ്രീൻ ആർമിയുടെ നേതൃത്വത്തിൽ ക്ലസ്റ്ററുകൾ ഉണ്ടാക്കി കേര കർഷകർക്ക് എല്ലാവിധ സപ്പോർട്ട് നൽകിക്കൊണ്ടാണ് ഇതിന്റെ മുന്നോട്ട് പോകുന്നതിന്റെ ഒരു ബാക്ക് വർക്ക് അങ്ങനെയാണ്. അവരിൽ നിന്ന് ഏറ്റവും മികച്ച നാളികേരം ജൈവ രീതിയിൽ തന്നെ അമിത രാസവളം പ്രയോഗിക്കാതെ നാളികേരം ഉൽപ്പാദിപ്പിച്ച് ഏറ്റവും മികച്ച നാളികേരം കൊണ്ടുവന്ന് അത് മുഴുവൻ ശേഖരിച്ചുകൊണ്ടാണ് ബാങ്കിന്റെ ഈ കോക്കനട്ട് കോംപ്ലക്സ് പ്രവർത്തിക്കുന്നത്. ഏകദേശം ₹1.5 കോടി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടുള്ളതായ ഒരു വലിയ പ്രോജക്റ്റാണ്. ഏകദേശം 3000 ലിറ്റർ വെളിച്ചെണ്ണയാണ് പ്രതിനിധിനം അതിന്റെ ഒരു ഉൽപാദന ശേഷി. വളരെ മികച്ച രീതിയിലുള്ള ഒരു ഉൽപ്പന്നം എത്തിക്കുക എന്നുള്ളത്. കാരണം ഇന്ന് മാർക്കറ്റിൽ മായം കലരുന്നതിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് വെളിച്ചെണ്ണയിലാണ്. ശരീരത്തിന് ഹാനികരമായിട്ട് ഒരുപാട് ഓയിലുകൾ അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ളതായ ഓയിലുകൾ ചേർന്ന് ക്യാൻസർ തുടങ്ങിയതായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ വളരെയധികം കാരണമാകുന്നത് വെളിച്ചെണ്ണയുടെ മായമാണെന്നാണ്. പക്ഷെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മാർക്കറ്റിൽ ഇന്ന് സുലഭവുമാണെന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു പ്രോഫിറ്റ് പ്രോസസ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പലരും അതിന്റെ ഉൽപ്പാദനത്തിൽ ഇത്തരത്തിലുള്ള രീതികളിലേക്ക് പോകുന്നത്. അപ്പോൾ ബാങ്കിന്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ച ഉൽപ്പന്നം, ഏറ്റവും ശുദ്ധമായ വെളിച്ചെണ്ണ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ ലഭ്യമാക്കുക എന്നുള്ളത് മാത്രമാണ് ബാങ്കിന്റെ ഈ ഒരു പ്രോജക്റ്റ് കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അപ്പൊ അതിന്റെ ഓരോ ഘട്ടത്തിലും ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടിയാണ് വെളിച്ചെണ്ണ ഉൽപാദനത്തിൽ ബാങ്കിന്റെ ഒരു നേതൃത്വം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നാളികേരം തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഏറ്റവും മികച്ച നാളികേരം തെരഞ്ഞെടുക്കുന്നു. കൊപ്രയുടെ സമയത്ത് കൊപ്ര തെരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും മികച്ച കൊപ്ര മാത്രം തെരഞ്ഞെടുക്കുന്നു. അത് ഡ്രയറിലിടുന്ന സമയത്ത് ഒരു തരത്തിലുള്ള പ്രിസർവേറ്റീവ്സോ ഗന്ധകമോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. 100% പരിശുദ്ധമായിട്ടാണ് കൊപ്രയുടെ ഡ്രൈനസും മറ്റേ ഉണക്കും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനെ തുടർന്ന് നമുക്ക് വെളിച്ചെണ്ണ ഉൽപാദനത്തിലും അതിന്റെ ഫിൽറ്ററിംഗ് ഒക്കെ വളരെ ശാസ്ത്രീയമായിട്ട് നടത്തുന്നു. 3 ലെവൽ ഫിൽറ്ററിംഗ് ആണ്. മൈക്രോ ഫിൽറ്ററിംഗ് നടത്തി ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഏറ്റവും ഉൽപ്പാദിപ്പിച്ച് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ആവശ്യക്കാരുടെ കൈകളിൽ എത്തിക്കുന്ന രീതിയിലുള്ള ഒരു ഗാർഡനിങ് പ്രോസസ്സ് ആണ് നമ്മുടെ ഈ കോക്കനട്ട് കോംപ്ലക്സിൽ ഉള്ളത് എന്നുള്ളതാണ്. ശരീരത്തിന് നമ്മുടെ വലിയ മാരക രോഗങ്ങൾ വന്ന് നമ്മൾ ചികിത്സിക്കുമ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് ചിലപ്പോൾ ചെറിയൊരു വില, വളരെ ചെറിയൊരു വില കൂടുതൽ നമ്മുടെ വെളിച്ചെണ്ണയ്ക്കുണ്ട്. കാരണം അത് അതിന്റെ ആ വെളിച്ചെണ്ണയുടെ ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്നതാണ് ആ വില എന്നുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണയുടെ വില കുറഞ്ഞ വെളിച്ചെണ്ണകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കുണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള വലിയ ദൂരവ്യാപകമായിട്ടുള്ള രോഗങ്ങളും വലിയ മാരക രോഗങ്ങളൊക്കെ പിടിപെടുന്നതിനേക്കാൾ എത്രയോ മുൻകരുതലോടുകൂടി നമ്മൾ സ്വീകരിക്കേണ്ട ഒന്നാണ് ഗ്രീൻ മൈത്രി എന്നുള്ളതായ നാമധേയത്തിൽ ഇറക്കുന്ന PSC ബാങ്കിന്റെ നേതൃത്വത്തിലുള്ളതായ ഈ വെളിച്ചെണ്ണയുടെ ഉപയോഗം. മുഴുവൻ ജനങ്ങളോട് പറയാനുള്ളത് എന്താണെങ്കിൽ ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണയുടെ ഉപഭോക്താക്കളായിട്ട് മാറുക, ശരീരത്തെ സംരക്ഷിക്കുക, രോഗങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, മികച്ച വെളിച്ചെണ്ണ ഉപയോഗിക്കുക, ശരീരത്തിന്റെ വലിയൊരു പ്രതിരോധ ശക്തിയായിട്ട് ഗ്രീൻ മൈത്രിയുടെ വെളിച്ചെണ്ണയെ മാറ്റുക എന്നുള്ളതായ ഒരു സന്ദേശമാണ് ഈ സമയത്ത് എല്ലാവരോടും പറയാനുള്ളത്. കേര കർഷകരിൽ നിന്നും കീടനാശിനികളോ വിഷലിപ്ത വളങ്ങളോ ഉപയോഗിക്കാത്ത നാളികേരം ശേഖരിച്ച് പുകയും സൾഫറും മറ്റും ഏൽക്കാതെ മികച്ച രീതിയിൽ സംസ്കരിച്ച് തയ്യാറാക്കുന്ന പ്രീമിയം ക്വാളിറ്റി വെളിച്ചെണ്ണ മൈക്രോ ഫിൽറ്ററിംഗ് ചെയ്താണ് വിപണിയിൽ എത്തിക്കുന്നത്. കേര കർഷകർക്ക് വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗ്രീൻ ആർമിയുടെ നിരന്തരമായ പരിശീലനം നൽകിയാണ് തെങ്ങുകളെ പരിപാലിക്കുന്നത്. തൃശൂർ ജില്ലയിലെ എല്ലായിടത്തും കർഷകരുടെ പ്രത്യേക ക്ലസ്റ്ററുകളും രൂപീകരിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയുടെ ഉൽപ്പാദന പ്രക്രിയകൾ പൂർത്തിയായ ശേഷം പ്രത്യേക ലാബിൽ പരിശോധന നടത്തിയ ശേഷമാണ് ഉപഭോക്താക്കൾക്കായി വിപണിയിൽ എത്തിക്കുന്നത്. സംസ്ഥാനത്ത് ഒട്ടേറെ വെളിച്ചെണ്ണ കമ്പനികൾ ഉണ്ടെങ്കിലും ഇത്രയധികം ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ക്വാളിറ്റി നിലനിർത്തി പോരുന്ന ഏക ബ്രാൻഡായിരിക്കും ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ.
ഒരു സഹകരണ സംഘത്തിന് കീഴിലാണ് ഇത്രയും വലിയ ഒരു സംരംഭം പ്രവർത്തിക്കുന്നത് എന്നതും എടുത്തു പറയേണ്ടതാണ്. പെരിങ്ങണ്ടൂർ സഹകരണ ബാങ്കിന്റെ കീഴിലാണ് ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണയുടെ ഉൽപ്പാദനം നടക്കുന്നത്. 25ഓളം തൊഴിലാളികൾ ദിനംപ്രതി ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. കൺസ്യൂമർ ഫുഡ് ഔട്ട്ലെറ്റുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, മറ്റ് ഏജൻസികൾ എന്നിവ വഴിയും ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണയുടെ പ്രത്യേക ഔട്ട്ലെറ്റും പ്രവർത്തിക്കുന്നുണ്ട്. ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണയുടെ വരവോടെ ആരോഗ്യകരമായ ഭക്ഷണം ശീലമാക്കാൻ മലയാളിക്ക് വഴിതെളിഞ്ഞുവെന്ന് പെരിങ്ങണ്ടൂർ സഹകരണ ബാങ്ക് സെക്രട്ടറി വി മനോജ് കുമാർ പറഞ്ഞു. മലയാളിയുടെ എല്ലാ വിഭവങ്ങളിലും ഒഴിവാക്കാനാകാത്ത ഒന്നാണ് വെളിച്ചെണ്ണ. എന്നാൽ വില കുറഞ്ഞ വെളിച്ചെണ്ണയുടെ ഉപയോഗം മൂലം ക്യാൻസർ വരെയുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകുന്നതായി വിദഗ്ധർ കണ്ടെത്തിയിട്ടുണ്ടെന്നും പെരിങ്ങണ്ടൂർ സഹകരണ ബാങ്ക് സെക്രട്ടറി വി മനോജ് കുമാർ പറഞ്ഞു. പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യമമാണ് ഗ്രീൻ മൈത്രി കോക്കനട്ട് കോംപ്ലക്സ് എന്നുള്ളത്. കേവലം വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനി എന്നുള്ളതിന്റെ അപ്പുറത്ത് കേര കർഷകർക്ക് ഏറ്റവും വലിയ പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രാഥമികമായ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ കേര കർഷകരിൽ നിന്ന് നേരിട്ട് മാത്രമേ നാളികേരം സംഭരിക്കൂ എന്നുള്ള ഒരു പോളിസിയുടെ അടിസ്ഥാനത്തിലാണ് ഈ മില്ല് പ്രവർത്തിക്കുന്നത്. നമുക്ക് കിട്ടുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ നാട്ടിലെ കർഷകർക്ക് മാന്യമായ വില കൊടുത്ത് നാളികേരം സംഭരിക്കാൻ പറ്റുന്നുണ്ട്. ഏറ്റവും നല്ല രീതിയിലുള്ള നാളികേരം മാത്രം തെരഞ്ഞെടുത്ത് പ്രൊഡക്ഷൻ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നത്തെ കൊപ്ര വിപണിയിൽ സൾഫറും കെമിക്കലുകളും ചേർത്ത് പുകയേൽപ്പിച്ച് വരുന്ന കൊപ്രയും അതേപോലെ തന്നെ ഫംഗസ് ബാധയെ ക്ലീൻ ചെയ്ത് വരുന്ന രണ്ടാം തരം കൊപ്രയും ഒക്കെ നിരവധി മില്ലുകൾ വെളിച്ചെണ്ണ ഉൽപാദനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള യാതൊരു കുഴപ്പങ്ങളും സംഭവിക്കാതെ കൊപ്ര ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ കോക്കനട്ട് കോംപ്ലക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേന്മ എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് 3 തവണയായിട്ട് നാളികേരം സോർട്ട് ചെയ്യുകയും എന്തെങ്കിലും ക്വാളിറ്റി ഇഷ്യൂ ഉള്ളതാണെങ്കിൽ അത് മാറ്റിവെക്കുകയും ചെയ്യുന്നുണ്ട്. ഉൽപാദനത്തിന് ശേഷം ഏറ്റവും പ്രധാനമായത് വെളിച്ചെണ്ണ പണ്ട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്കറിയാം വെളിച്ചെണ്ണ സെഡിമെന്റ് ചെയ്യാൻ ഊറാൻ വെക്കുക എന്ന് പറയും. ആ സെഡിമെന്റേഷൻ പ്രോസസ്സ് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യും. നിശ്ചിത ദിവസങ്ങൾ സെഡിമെന്റേഷന് ശേഷം മാത്രമേ വെളിച്ചെണ്ണ ഫിൽട്ടർ ചെയ്യാൻ എടുക്കുന്നുള്ളൂ. അത് 2 തവണ ഫിൽട്ടറേഷന് വിധേയമാക്കിയതിനു ശേഷം മൈക്രോ ഫിൽട്ടർ എന്ന് പറയുന്ന ഏറ്റവും ആധുനിക സംവിധാനം കൂടി ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്ത് 100% ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ടാങ്കുകളിലാണ് നമ്മളത് സൂക്ഷിക്കുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു കാരണവശാലും വെളിച്ചെണ്ണയുടെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യില്ല എന്നുള്ളതാണ് തീരുമാനം. ഇത് ക്വാളിറ്റി സംബന്ധിച്ച് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഫാക്ടറിക്ക് അകത്ത് തന്നെ സ്വന്തമായി ഏറ്റവും ആധുനികമായ ലാബോറട്ടറി പ്രവർത്തിക്കുന്നുണ്ട്. ഈ ലാബിലെ പരിശോധന കൂടാതെ ഒരു ബാച്ചിലെ വെളിച്ചെണ്ണ പോലും പാക്കിങ്ങിലേക്കോ വിൽപ്പനയിലേക്കോ എത്തുന്നില്ല എന്നുള്ളത് ഞങ്ങൾ 100% ഉറപ്പുവരുത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് അഗ്മാർക്ക് സർട്ടിഫിക്കേഷനും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും മേന്മയുള്ള ഈ വെളിച്ചെണ്ണ 2 വർഷത്തിനുള്ളിൽ തന്നെ നമ്മുടെ പ്രദേശത്തും പുറത്തും വിപണി കൈയടക്കിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. ഒന്നുണ്ട്, ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള കർഷകർക്ക് കൈത്താങ്ങായി മാറുക എന്നുള്ളതാണ് നമ്മുടെ അതിനെ കൊണ്ട് അർത്ഥമാക്കുന്നത്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയധികം ജനങ്ങൾ ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണയ്ക്ക് നൽകിയ സ്വീകാര്യത ഏറെ അഭിമാനകരമാണെന്നും പെരിങ്ങണ്ടൂർ സഹകരണ ബാങ്ക് സെക്രട്ടറി വി മനോജ് കുമാർ പറഞ്ഞു. നല്ലതിനെ എന്നും 2 കൈയും നീട്ടി സ്വീകരിക്കുന്നതാണ് മലയാളിയുടെ സ്വഭാവം. അതുകൊണ്ടുതന്നെ ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ ഭാവിയിൽ കേരളം കീഴടക്കും എന്നതിൽ സംശയമില്ല. ബിസിനസ് ഡെസ്ക്, എനി ടൈം ന്യൂസ്.